നമുക്ക് ഇഷിതയുടെയും മഹേഷിന്റെയും നാളത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ? അതിനു മുമ്പായിട്ട് ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ രേഖപ്പെടുത്താനും മറക്കരുത് കേട്ടോ. നമുക്ക് നേരെ നമ്മുടെ വിശേഷത്തിലേക്ക് പോയാലോ? അങ്ങനെ നാളത്തെ വിശേഷത്തിൽ ചിപ്പിമോളയും കൊണ്ട് സ്കൂളിലേക്ക് പോണ സമയത്താണ് ഇഷിതയ്ക്ക് ഹോസ്പിറ്റലിൽ നിന്നൊരു അർജന്റ് കോൾ വരുന്നത്. MD വിളിക്കുന്നതാണ്. അങ്ങനെ വിളിച്ചു കഴിഞ്ഞപ്പോഴത്തേനും ഇഷിത പെട്ടെന്ന് പുറത്തിറങ്ങി സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്താണ് അങ്ങോട്ടേക്ക് ലയ വരുന്നത്. ലയ നോയി കഴിഞ്ഞപ്പോഴത്തേനും ഇഷിത അവിടെ നിൽക്കുന്നുണ്ട്. ഇഷിതയെ കണ്ടു കഴിഞ്ഞപ്പോൾ ലയക്ക് സഹിച്ചില്ല. അപ്പോൾ അതൊരു ഹോസ്പിറ്റലിൻ്റെ ഫ്രണ്ടായിരുന്നു. അപ്പോൾ അവൾ ഓർത്ത എന്താ, താൻ ഈ ഹോസ്പിറ്റലിലേക്ക് വന്ന കാര്യം ഇഷിത അറിഞ്ഞു. വീണ്ടും അവളെ തന്നെ ഇല്ലാതാക്കാൻ വേണ്ടി വന്നിരിക്കുകയാണ്. താൻ ട്രീറ്റ്മെൻറ്റ് എടുക്കുന്ന അറിഞ്ഞിട്ട് വന്നിരിക്കുകയാണ് എന്നൊരു ചിന്ത ലയയുടെ മനസ്സിലേക്ക് വരിക. ലയ അങ്ങോട്ട് പാഞ്ഞു വരുവാണ്. പാഞ്ഞു വന്നിട്ട് ഇഷിതയുടെ കഴുത്തിനോട് കയറി കുത്തിപ്പിടിക്കുക. എടി, നീ എന്നെ ജീവിക്കാൻ സമ്മതിക്കില്ലല്ലേ? ഇവിടെ നീ വന്നല്ലേ എന്നൊക്കെ ചോദിക്കുകയാണ്. ഇത് കേട്ടുകഴിഞ്ഞപ്പം ഒന്നും മനസ്സിലായില്ല ഇഷിതയ്ക്ക് എന്താന്ന്. പിന്നീട് അങ്ങോട്ട് കഴുത്തിന് കുത്തിപ്പിടിച്ചു. ഇഷിതയ്ക്ക് ശ്വാസം കിട്ടുന്നുണ്ടായിരുന്നില്ല. ഇഷിത കിടന്ന് പഠിക്കുകയാണ് ശ്വാസത്തിന് വേണ്ടി. അപ്പോഴേക്ക് ഇത് ചിപ്പി കണ്ടു. ചിപ്പി അങ്ങോട്ടേക്ക് ഓടി വരുവാണ് അമ്മേനും വിളിച്ചോണ്ട്. ആ സമയത്താണ് ഈ കാഴ്ച കൊണ്ട് മാധവ് അങ്ങോട്ടേക്ക് ഓടി വരുന്നത്. മാധവ് വന്നിട്ട് ലയനെ അങ്ങോട്ട് പിടിച്ചു മാറ്റുവാണ്. നീ എന്ത് പരിപാടിയെ കാണിച്ചതെന്നൊക്കെ ചോദിച്ചുകൊണ്ട് ലയനെ പിടിച്ചു മാറ്റുവാണ്. ആ സമയത്ത് ചിപ്പിമോൾ ആകെ പേടിച്ചു പോയിട്ടുണ്ടായിരുന്നു. ചിപ്പിമോള് അമ്മയെന്ന് പറഞ്ഞുകൊണ്ട് ഇഷിതനെ കെട്ടിപ്പിടിക്കുകയാണ്. ഈ സമയത്ത് ഇഷിത ചിപ്പിമോളോട് കുഴപ്പമൊന്നുമില്ല, മോള് കാറിലേക്ക് പോയിരുന്നോ? കുഴപ്പമൊന്നുമില്ല അമ്മയ്ക്കെന്ന് പറയാം. അമ്മ വാ, എനിക്ക് പേടിയാന്ന് പറയാം. കുഴപ്പമൊന്നുമില്ല, മോള് പോയിരുന്നോളം പറയാണ്. അങ്ങനെ ചിപ്പി അങ്ങോട്ട് പോയി കഴിഞ്ഞപ്പോഴത്തേനും ലെയറെടുത്ത് ഇഷിത പറഞ്ഞു, അതെ, നിനക്കിത് എന്തിൻ്റെ കേടാന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. നീ ഇതെന്തു ഭാവിച്ചത്? അല്ല, എവിടെ ചെന്നാലും നീ എൻ്റെ അടുത്തേക്ക് വരും, എന്നിട്ട് ഇതുപോലത്തെ ഒന്നും കാണിച്ചുകൊണ്ടിരിക്കും. ഇനി എനിക്ക് ക്ഷമിക്കാൻ പറ്റില്ല കേട്ടോ ലയെ. സഹിക്കുന്നതിന് ക്ഷമിക്കുന്നതിന് ഒരു പരിധി ഉണ്ടെന്ന് പറയണം. മാധവ് പറഞ്ഞു, പ്ലീസ് ഇഷിതേ, ദൈവത്തെ ഓർത്തൊന്ന് ക്ഷമിക്കെന്ന് പറയണം. ഇത് ലയക്ക് വേണ്ടി ഞാൻ മാപ്പ് ചോദിക്കാന്ന് പറയാം. മാപ്പ് മാധവേ എപ്പോഴും ഇങ്ങനെ പറയുന്നുണ്ട്, പക്ഷെ എല്ലാവരുടെയും മുന്നിൽ വെച്ച് എന്നെ നാണം കെടുത്തിക്കൊണ്ടിരിക്കുന്നത്. എത്രയാന്ന് വെച്ചാൽ സഹിക്കുന്നതെന്ന് ചോദിക്കുക. ലയ പറഞ്ഞു, നീ സഹിക്കണ്ടേ, നീ എന്താന്ന് വെച്ചാൽ ചെയ്യാം. എനിക്കറിയാം, എൻ്റെ കുഞ്ഞിനെ ഇല്ലാതാക്കിയ നീയാ. ഇനി എനിക്കൊരു കുഞ്ഞുണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ട് നീ ഇങ്ങനെ ഞാൻ പോകുന്ന പുറയെല്ലാം വരുമല്ലേ? ഇത് കേട്ടുകഴിഞ്ഞപ്പോൾ ഇഷ്ടത പറഞ്ഞു, ഇതൊക്കെ നിന്റെ തെറ്റിദ്ധാരണയല്ലേ? നീ എന്നെ തെറ്റിദ്ധരിച്ചിരിക്കുക. ആദ്യം നിന്റെ മനസ്സിൽ എന്നോടുള്ള വൈരാഗ്യബുദ്ധികളാ. എങ്കിൽ മാത്രമേ നിനക്ക് പെട്ടെന്ന് തന്നെ എത്രയും പെട്ടെന്ന് പ്രഗ്നൻ്റ് ആകാൻ പറ്റുള്ളൂ. ഇങ്ങനെ വൈരാഗ്യബുദ്ധി വെച്ചോണ്ട് നടന്നിട്ടുണ്ടെങ്കിൽ എങ്ങനെ ശരിയാവുന്നതെന്ന് ചോദിക്കുക. വേണ്ടടി, നീ കൂടുതലൊന്നും പറയണ്ട, എനിക്കെല്ലാം അറിയാമെന്ന് പറയണം എന്നും പറഞ്ഞ് ദേഷ്യപ്പെട്ട് അങ്ങോട്ടേക്ക് പോകുമ്പോഴത്തേനും മാധവാണെങ്കിൽ വല്ലാത്തൊരവസ്ഥയായിപ്പോയി. എന്ത് ചെയ്യണമെന്ന് പോലും അറിയത്തില്ല. കാരണം ഇതിനു മുമ്പ് പലവട്ടം ഇഷിതയുടെ ഇങ്ങനെ ആക്രമിക്കാൻ ശ്രമിച്ചിട്ടുണ്ട് ലയ. അപ്പോഴൊക്കെ ലയയുടെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിച്ചാലും വീട്ടിൽ ചെന്ന് കഴിയുമ്പോൾ മനസ്സിനെ ഓരോന്നൊക്കെ പറഞ്ഞ് വിഷം കുത്തി നിറച്ച് വെക്കുമല്ലേ. അപ്പോൾ അതിൻ്റെ അന്തർബലം ഉണ്ടാകുകയും ചെയ്യും. എവിടെ വെച്ച് ഇഷിതയെ കണ്ടാൽ ലയയ്ക്ക് സഹിക്കില്ല. ലയയുടെ വിഭ്രാന്തി അങ്ങനത്തെയാണ്. പിന്നീട് ഇഷിതയ്ക്ക് ഒരു കാര്യം മനസ്സിലായി, ഇവൾക്ക് എത്രയും പെട്ടെന്ന് ഒരു സൈക്കാട്രിസ്റ്റിൻ്റെ ചികിത്സ വേണം. അതോ ഇവൾക്ക് നടക്കുള്ളൂ. അല്ലാതെ ഇങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ ഇവളുടെ മനോനില തന്നെ തകരാറിലാവുന്നുള്ള കാര്യം ഇഷിതയ്ക്ക് മനസ്സിലായി. പിന്നീട് കാറിലിനടുത്തേക്ക് ചിലപ്പോൾ ചിപ്പിമോള് ചോദിച്ചു, അല്ല എന്തിനാ ആൻറ്റി അമ്മയുടെ കഴുത്തിന് കയറി പിടിച്ചെന്ന് ചോദിക്കുക. അതൊന്നും ഇല്ലയെന്ന് പറയണം. ഞാനാകെ പേടിച്ചു പോയെന്ന് പറയാം. അതെ, ചിപ്പിമോള് പേടിക്കൊന്നും വേണ്ട കേട്ടോ, അമ്മയ്ക്കൊന്നും സംഭവിച്ചില്ല. അത് പിന്നെ ആ ആൻറ്റിക്ക് ഇച്ചിരി പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്, അതുകൊണ്ടാന്ന് പറയണം. എനിക്കും തോന്നി അങ്ങനെ എന്നൊക്കെ പറയണം. അങ്ങനെ ചിപ്പിമോളെ ഒന്ന് തണുപ്പിച്ചിട്ട് സ്കൂളിലേക്ക് വിളിച്ചുകൊണ്ട് പോവാണ് ഇഷിത. അങ്ങനെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേനും ആദ്യം ഉണ്ടായിരുന്നു. ആദ്യം അങ്ങോട്ടേക്ക് ഓടി വരുവാണ്. ഇഷിതാമ്മയെന്ന് വിളിച്ചിട്ട് ഓടി അങ്ങോട്ട് വന്നു. പിന്നീട് ചിപ്പി പറഞ്ഞ് നിങ്ങൾ രണ്ടും കൂടെ സംസാരിക്കാൻ പറയാണ്. ചിപ്പിക്കറിയാം ഇഷിത ആദ്യയെ കാണാൻ വേണ്ടി വന്നാന്നുള്ള കാര്യം. പിന്നീട് ആദ്യയോട് ചോദിച്ചു, പഠിത്തവും കാര്യങ്ങളൊക്കെ എങ്ങനെ പോകുന്നു? കുഴപ്പമില്ല ഇഷിതാമ്മേ, നന്നായിട്ട് പോകുന്നെന്ന് പറയണം. ഈ സമയത്ത് ഇഷിത പറഞ്ഞു, അതെ, എനിക്കൊരാഗ്രഹമുണ്ട്, മോനെ സഹായിച്ചു തരുമോയെന്ന് ചോദിക്കാം. എന്താ? അല്ല, ചിപ്പി വീട്ടിലല്ലേ ഉള്ളത്, അങ്ങനെയാണെങ്കിൽ മോന് വീട്ടിലേക്ക് വന്നുകൂടെയെന്ന് ചോദിക്കുകയാണ്. ചിപ്പിക്ക് സന്തോഷമാവും, നിനക്ക് രണ്ടുപേർക്ക് സന്തോഷമായിട്ട് ജീവിക്കാമല്ലോ എന്ന് പറയണം. അത് കേട്ടപ്പോൾ ആദ്യം പറഞ്ഞു, അത് നടക്കില്ല എന്ന് പറയണം. അതെന്താ? അത് ശരിയാകത്തില്ല, കാരണം ഞാൻ അങ്ങോട്ട് വന്നിട്ടുണ്ടെങ്കിൽ എൻ്റെ മമ്മി തനിച്ചായി പോകുന്നു പറയണം. അല്ല, ഞാനൊന്ന് ചോദിച്ചോട്ടെ, എനിക്ക് ആഗ്രഹമുണ്ട് എൻ്റെ ഡാഡിയോടൊപ്പം കഴിയാനായിട്ട്. പക്ഷെ ഡാഡിയോടൊപ്പം മാത്രമല്ല, ഡാഡിയോടും എൻ്റെ മമ്മിയോടും ചിപ്പിയോടും ഒക്കെ ഒരുമിച്ച് താമസിക്കാൻ എനിക്ക് ആഗ്രഹം എന്ന് പറയണം. ഞാൻ അങ്ങോട്ട് വന്നിട്ടുണ്ടെങ്കിൽ അത് നടക്കുമോ? എനിക്ക് എൻ്റെ അനുജത്തിയോടും എൻ്റെ അച്ഛനോടും അമ്മയോടും കൂടെ താമസിക്കാനാണ് എനിക്കിഷ്ടം എന്ന് പറയണം. അത് കേട്ട് കഴിഞ്ഞപ്പോൾ ഇഷിതയുടെ മുഖം ആകെപ്പാടെ മാറി. പിന്നീട് ആദ്യം പറഞ്ഞു, ഞാനേ ഇഷിതാമ്മയെ വേദനിപ്പിക്കാൻ പറഞ്ഞല്ല, ഇഷിതാമ്മയോട് ഇഷ്ടക്കേട് ഉണ്ടായിട്ടൊന്നും അല്ല, എനിക്ക് ഇഷിതാമ്മയെ ഇഷ്ടമാണ്, പക്ഷെ എനിക്കങ്ങനെ വരാൻ പറ്റില്ല എന്ന് പറയണം. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും ഇഷിത പറഞ്ഞു, അങ്ങനെയാണൊരു കാര്യം ചെയ്യാം, ഞാൻ ഇനിയിപ്പം മഹേഷിൻ്റെ ജീവിതത്തിൽ നിൽക്കുന്നില്ല, ഞാൻ വേണേൽ മാറി തന്നേക്കാം, നിങ്ങൾ സ്വസ്ഥതയോടെ സമാധാനത്തോടെ ജീവിച്ചോളാൻ പറയണം. അത് കേട്ട് കഴിഞ്ഞപ്പോൾ ആദ്യം പറഞ്ഞു, അത് നടക്കുമെന്ന് തോന്നില്ല,
എന്താണെങ്കിലും ഡാഡിയുടെ ജീവിതത്തിലേക്ക് ഇനി എൻ്റെ മമ്മി വരുമെന്ന് എനിക്ക് തോന്നുന്നില്ല എന്ന് പറയാണ്. ഈ സമയം ഇഷിതയ്ക്ക് ഭയങ്കര വിഷമമായിപ്പോയി. ഇഷിത ചോദിച്ചു, അപ്പോൾ ആദ്യം ഒരിക്കലും ചിപ്പിയുടെ അടുത്തേക്ക് വരത്തില്ലെന്ന് ചോദിക്കാം. ഞാൻ വരാം ഇഷിതാമ്മേ, വന്നു പോവാം, പക്ഷെ എനിക്ക് അവിടെ ഒന്ന് സ്ഥിരമായിട്ട് നിൽക്കാൻ പറ്റില്ല. ആരുമില്ലാത്ത സമയത്ത് എന്നെ നോക്കിയത് എൻ്റെ മമ്മിയാണ്. അപ്പം എൻ്റെ മമ്മിയെ വേദനിപ്പിച്ചുകൊണ്ട് എനിക്കങ്ങനെ വരാൻ സാധിക്കില്ല, അതുകൊണ്ടാന്ന് പറയാണ്. ഇഷ്ടതയ്ക്ക് ഭയങ്കര വിഷമമായിപ്പോയി. പിന്നീട് ആദ്യം അങ്ങോട്ട് പോയി കഴിഞ്ഞപ്പോൾ ഇഷ്ടത ആലോചിച്ചു, അവൻ്റെ കുഞ്ഞു മനസ്സിൽ അവൻ ആഗ്രഹിക്കുന്ന അവൻ്റെ സ്വന്തം അച്ഛനും അമ്മയായിട്ടാണ് ജീവിക്കാനായിട്ടാണ് ആഗ്രഹിക്കുന്നത്. അല്ലാതെ താനെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ രണ്ടാനമ്മയാണല്ലോ, താനുമായിട്ട് ജീവിക്കാനല്ല ആഗ്രഹിക്കുന്നത്. പക്ഷെ എന്ത് ചെയ്യാൻ പറ്റും, ഇനിയിപ്പം പറഞ്ഞിട്ടൊന്നും ഒരു കാര്യമില്ല. ഒരു പക്ഷേ ഒന്നും വേണ്ടിയിരുന്നില്ല എന്ന് തോന്നുവാണ്. അല്ലെങ്കിൽ താൻ ജീവിതത്തിലേക്ക് മഹേഷിന് വന്നില്ലെങ്കിലും ഒരിക്കലും ആദ്യം മഹേഷിന് ജീവിതത്തിലേക്ക് വരാൻ പോകുന്നില്ലായിരുന്നു. ചിലപ്പോൾ അന്ന് പക്ഷെ അന്നൊക്കെ അവനെ കെയർ ചെയ്തുകൊണ്ടായിരിക്കും, അവൻ ആ ആക്സിഡൻ്റ് ഉണ്ടായ സമയത്ത് കെയർ ചെയ്തുകൊണ്ടായിരിക്കും അവന് തന്നെ ഇത്രമാത്രം ഇഷ്ടം. അന്ന് ഹോസ്പിറ്റലിൽ ചെന്നാലും ഇഷ്ടതയുടെ മനസ്സിൽ ആദ്യം പറഞ്ഞ വാക്കുകളൊക്കെ ആയിരുന്നു അവർക്ക് ഒരുമിച്ച് ജീവിക്കണം എന്നുള്ളത്. പക്ഷേ അതിന് രചന സമ്മതിക്കില്ല. രചനയുടെ സ്വഭാവം നന്നായിട്ട് ഇഷ്ടതയ്ക്കറിയാം. അവൾ ഒരിക്കലും അത് അംഗീകരിക്കാൻ പോകുന്നില്ല. അത് മാത്രമല്ല മഹേഷിന് ഒട്ടും താല്പര്യമില്ല. ഈ സമയത്ത് മഹേഷ് നല്ല ടെൻഷനിലായിരുന്നു. ആദ്യം പറഞ്ഞ കാര്യങ്ങളായിരുന്നു മഹേഷിനെ മനസ്സിൽ. പക്ഷെ ആദ്യം ഇങ്ങോട്ട് വരാൻ പോകുന്നില്ല. അതോടൊപ്പം തന്നെ ഇനി എത്രയും പെട്ടെന്ന് തന്നെ ഇഷ്ടതയ്ക്കൊരു കുഞ്ഞ് വേണം. കാരണം രണ്ട് വീട്ടിലും എല്ലാവരും തീരുമാനിച്ചിരിക്കുന്ന കാര്യമാണത്. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് തന്നെ ഒരു കുഞ്ഞ് വേണം എന്നുള്ള ആഗ്രഹം അവളുടെ സാധിച്ചു കൊടുക്കണം. പക്ഷെ എങ്ങനെ, അവളാണെങ്കിൽ അമ്പിനും വില്ലിനും അടുക്കുന്നില്ല എന്നൊരു ചിന്തയൊക്കെ വരുന്നുണ്ട്. പിന്നീട് മഹേഷിനെ മാഷും പ്രിയാമണിയും കൂടെ അങ്ങോട്ട് വിളിപ്പിക്കുകയാണ്. അങ്ങനെ മഹേഷ് എന്ന് കഴിഞ്ഞപ്പോഴത്തേനും മാഷ് ഇങ്ങനെ സംസാരിക്കുന്ന കൂട്ടത്തിൽ ഇങ്ങനെ പറഞ്ഞു, അല്ല ഞങ്ങളുടെ ഒരു ആഗ്രഹമാണ് മഹേഷേ, എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങൾക്കൊരു കുഞ്ഞ് വേണമെന്നുള്ളത്. അവളോട് പറഞ്ഞ് ഞങ്ങൾ മടുത്തു. അവൾക്കിപ്പോൾ ഒരു പ്രശ്നമൊന്നുമില്ലെന്നാണ് പറയണേ. പിന്നെ എന്തുകൊണ്ട് ഞങ്ങൾക്കൊരു പേരക്കുഞ്ഞിനെ തന്നുകൂടെന്ന് ചോദിക്കുക. ഇത് കേട്ടപ്പം മഹേഷ് പറഞ്ഞു, അല്ല അത് പിന്നെ എനിക്കറിയാം മഹേഷിന് വിഷമമൊന്നും കാണത്തില്ല, കാരണം 2 കുട്ടികളുണ്ടല്ലോ. പക്ഷെ ഞങ്ങളുടെ അവസ്ഥയൊന്ന് ചിന്തിച്ചു നോക്കിയേ. ഞങ്ങൾക്ക് ഇഷിതയുടെ ഒരു കുഞ്ഞിനെ കാണുന്ന ഒത്തിരി ആഗ്രഹമുണ്ട്. മഹേഷും കൂടെ എന്ന് കാര്യങ്ങളൊക്കെ അവളോടൊന്ന് സംസാരിക്കണം. എന്തുകൊണ്ടായി എന്താണെന്ന് ഞങ്ങൾക്ക് അറിയത്തില്ല. ഇനി വേറെ എന്തെങ്കിലും കുഴപ്പമുണ്ടെങ്കിൽ അത് ഞങ്ങളോട് തുറന്ന് പറയണം. ഈ സമയത്ത് പ്രിയാമണി പറഞ്ഞു, മഹേഷിന് അറിയാലോ ഞങ്ങളുടെ വേദന എന്താന്ന്. ഞങ്ങൾ എവിടെ ചെന്നാലും ചോദിക്കും, ഇഷ്ടതയ്ക്ക് വിശേഷമായില്ലേന്ന്. എല്ലാവരുടെയും ചോദ്യങ്ങൾക്ക് മുന്നിൽ ഞങ്ങൾ പതറി നിൽക്കുക. എത്രയോ കളിയാക്കലുകൾ കേട്ടിരിക്കുന്നു. ഏത് ക്ഷേത്രത്തിൽ പോയാലും ആദ്യം പ്രാർത്ഥിക്കുന്ന ഇഷുവിനൊരു കുഞ്ഞു വേണമെന്നുള്ള ഞങ്ങളുടെ പ്രാർത്ഥന. ചിപ്പിമോളുണ്ട്, സമ്മതിച്ചു. പക്ഷെ എന്ന് പറഞ്ഞാലും അവൾക്ക് ഒരു അമ്മയാനായിട്ട് ആഗ്രഹം കാണത്തില്ലേ, അവളൊരു പെണ്ണല്ലേന്ന് ചോദിക്കുകയാണ്. അത് കേട്ടപ്പോൾ മഹേഷ് പറഞ്ഞു, എല്ലാം ശരിയാകും അമ്മേ. അങ്ങനെയല്ലേ മഹേഷിന് പറയാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ ഇത്രയും നാളായിട്ടും ഭാര്യ ഭർത്താക്കന്മാരായിട്ട് ജീവിച്ചിട്ടില്ലെന്ന് പറയാൻ പറ്റില്ലല്ലോ. അപ്പോഴേക്ക് സുമിത്ര അങ്ങോട്ടേക്ക് വന്നു. പിന്നീട് സുമിത്ര അവരോടൊപ്പം സംസാരിക്കാൻ കൂടുകയാണ്. അതിനുശേഷം മഹേഷ് അങ്ങോട്ട് പോകാൻ ഇറങ്ങി കഴിഞ്ഞപ്പോൾ സുമിത്ര പുറകെ അങ്ങോട്ട് വന്നിട്ട് മഹേഷിനോട് കാര്യങ്ങൾ സംസാരിക്കുകയാണ്. എന്നോട് ഇഷ്ടത്തേച്ചൊക്കെ എല്ലാം പറഞ്ഞിട്ടുണ്ട്, എഗ്രിമെൻറ്റും കാര്യങ്ങളൊക്കെ. പക്ഷെ ഒരു കാര്യമുണ്ട് മഹേഷ് ഏട്ടാ, ഇതങ്ങനെ പോയിട്ട് കാര്യമില്ല. എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങൾക്കൊരു കുഞ്ഞു വേണമെന്ന് പറയണം. ഇഷ്ടതേച്ചി എഗ്രിമെൻ്റ് കാര്യങ്ങളൊക്കെ പറഞ്ഞു. എഗ്രിമെൻറ്റും കാര്യങ്ങളായിട്ട് പോയിട്ടുണ്ടെങ്കിൽ ആഗ്രഹങ്ങളൊന്നും നടക്കത്തില്ല. ചിപ്പിമോൾക്കൊരു അനുജന അനിത്യ വേണമെന്ന ചിപ്പിമോളുടെ ആഗ്രഹം. അത് മാത്രമല്ല ആദ്യം കൂട്ടിക്കൊണ്ട് വരാമെന്ന് പറയുന്നുണ്ട്. പക്ഷെ ആദ്യം വരുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അങ്ങനെ വന്നാലും അത് എത്ര കാലത്തേക്കാന്ന് നമുക്ക് പറയാനും പറ്റില്ല. അതുകൊണ്ട് എൻ്റെ ഒരു ആഗ്രഹം പറയാം, എത്രയും പെട്ടെന്ന് ഇഷ്ടതേച്ചി ഒരു അമ്മയാവണമെന്ന് പറയണം. എനിക്കിത് കൂടുതലൊന്നും പറയാൻ പറ്റില്ല എന്ന് പറയണം. ഇത്രയും കാലമായിട്ടും ആരോടും ഞാനിത് പറഞ്ഞിട്ടില്ല, ഇഷ്ടതേച്ചി പറഞ്ഞ കാര്യങ്ങൾ. പക്ഷെ ഇതൊക്കെ ഇവിടുത്തെ ഇളയമ്മ ഇളയച്ചനെ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ അവരെത്രമാത്രം വേദനിക്കുമെന്ന് അറിയാവോ. അവരെത്രമാത്രം സന്തോഷത്തോടെ ഇപ്പോൾ ഇരിക്കുന്നത്. ഒരു പക്ഷെ ഇങ്ങനെയും കൂടെ നിങ്ങൾ ജീവിക്കാമെന്ന് പറഞ്ഞാൽ അവർക്ക് സഹിക്കാൻ പറ്റുമോ എന്നൊക്കെ ചോദിക്കുകയാണ്. എല്ലാം കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും മഹേഷിനും ആ പട വിഷമായി. മഹേഷിനൊന്ന് നോക്കട്ടെ, ഞാൻ എന്തെങ്കിലും പോമഴയുണ്ടോ നോക്കട്ടെ എന്ന് പറയാണ്. അങ്ങനെ പറഞ്ഞിട്ട് കാര്യമില്ല, അറിയാലോ എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങൾക്കൊരു കുഞ്ഞു വേണമെന്നൊക്കെ പറയണം. അങ്ങനെ മഹേഷിനെ പറഞ്ഞങ്ങനെ ഒന്ന് ചാട്ടേ കയറ്റുവാണ്. ഈ സമയത്ത് രചന ആ പട സങ്കടത്തിൽ ആദ്യം സ്കൂളിലേക്ക് പോയ രചനയുടെ നെഞ്ച് വിങ്ങാൻ തുടങ്ങും. ആദ്യം തിരികെ വരുമോ എന്ന് പോലും സംശയം. കാരണം ആ വഴി അവനവൻ്റെ ഡാഡിയുടെ കൂടെ പോവാന്ന്. ഇപ്പോഴത്തെ ആദ്യയുടെ സ്വഭാവം വെച്ചാണെങ്കിൽ അതിനും ചാൻസ് കൂടുതലാണ്. പക്ഷെ അവൻ തന്നെ ഇട്ടിട്ട് പോവാ, പറയാൻ പറ്റില്ല. ഒരു പക്ഷേ അവൻ്റെ ഡാഡിയാണ് നല്ലതെന്ന് അവന് തോന്നിക്കാണുമായിരിക്കും. അവൻ കുഞ്ഞല്ല, അവന് ഇപ്പോൾ വലുതായിക്കൊണ്ടിരിക്കുക. അപ്പോൾ അവൻ്റെ മനസ്സിലേക്ക് പല ചിന്തകളും കാര്യങ്ങളും വരുന്നുണ്ട്. അവൻ്റെ ഡാഡി നല്ലവനാണെന്നൊരു ചിന്തയും വരുന്നുണ്ട്. താനാണ് അവൻ്റെ ഡാഡിയെ ഇട്ടിട്ട് പോകുന്നതെന്നുള്ളത്. ഇനിയിപ്പോൾ എന്തൊക്കെ സംഭവിക്കാൻ പോകുന്ന പോലും അറിയത്തില്ല. അതൊക്കെ ഓർത്ത് കഴിഞ്ഞപ്പോൾ തന്നെ സമനില തെറ്റുന്ന പോലെ തോന്നി രചനയ്ക്ക്. ആകാശമായിട്ടുള്ള ജീവിതം എത്ര കാലത്തേക്ക് പോലും ഉണ്ടാവുമെന്ന് പോലും പറയാൻ പറ്റില്ല. ഈ കണ്ടീഷനിലാണ് പോകുന്നെങ്കിൽ ആകാശ് തന്നെ ഒരിക്കലും വിവാഹം കഴിക്കാനും പോകുന്നില്ല, തങ്ങളുമായിട്ട് ഒത്തൊരുമയോടെ പോകാനും പോകുന്നില്ല. എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ലാത്തൊരവസ്ഥയിൽ. കാരണം താൻ ഇട്ടിട്ട് പോകുന്ന ഒരു സ്വർണ്ണക്കട്ടിയായിരുന്നു. പിന്നെ വന്നു ചേർന്നോ ഒരു കരിക്കട്ട എടുത്തേക്കാന്നുള്ള കാര്യം രചനയ്ക്ക് മനസ്സിലായി.
ഇനിയിപ്പോൾ എന്ത് ചെയ്യാൻ പറ്റുമെന്നൊരു ചിന്തയോടെ രചന ഇരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെ കാണുന്നത്. ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി.